ഏതനി പൈസ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കണ്ടുപിടിച്ചേക്കുന്ന ടോപ്പിക്കിന്റെ പേരെന്താണോ? സാരിത്തുമ്പ്. കേൾക്കുമ്പോൾ ചിരിക്കരുത് കേട്ടോ. ഏ ആ അതല്ല, ഇപ്പൊ നിങ്ങക്ക് ഡൗട്ട് തോന്നില്ലേ ഇതെന്താ സംഭവം? ഈ സാരിത്തുമ്പെന്ന് ഞാൻ ഉദ്ദേശിച്ചത് വേറെ ഒന്നും കൊണ്ടല്ല. ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഒരു ചെറുപ്പത്തിൽ പിന്നാലെ നടക്കുന്നത് അമ്മമാരുടെ പുറകെയാണല്ലോ. അമ്മമാരാണല്ലോ സാരി ഉപയോഗിക്കുന്നത്. ആ സാരിത്തുമ്പി പിടിച്ചാണല്ലോ എപ്പോഴും നടക്കുന്നത് നമ്മൾ ചെറുതില്. ഞാൻ എപ്പോഴും അങ്ങനെയായിരുന്നു കേട്ടോ. ഞാൻ എപ്പോഴും മമ്മി എവിടെയെങ്കിലും പോയാൽ ഞാനും പോകും, മമ്മി പോയിട്ട് വരുമ്പോ ഞാനും പോയിട്ട് വരും. ഇപ്പൊ മമ്മിയുടെ വീട്ടിൽ പോയാലും പപ്പയുടെ വീട്ടിൽ പോയാലും എല്ലാം അങ്ങനെയായിരുന്നു. ഞാൻ വളരെ അപൂർവമായിട്ടായിരുന്നു പോയി നിക്കല് മമ്മി ഇല്ലാതെ. മമ്മി പോയാൽ ഞാൻ പോകും, മമ്മി പോരുമ്പോ ഞാൻ തിരിച്ചു പോരും. അങ്ങനെയാ, ഭയങ്കര പാടായിരുന്നു അങ്ങനെ. അപ്പം ഞാൻ എപ്പോഴും ചെറുതിലേ വിചാരിച്ചിട്ടുണ്ട്, എനിക്ക് മമ്മിയുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുന്ന കാര്യം ആലോചിക്കാൻ പറ്റത്തില്ലായിരുന്നു. പഠിക്കാനൊക്കെ ആണല്ലോ, അത് കാരണം ഞാൻ PG വരെ വീട്ടിൽ നിന്ന് പോയി വന്നത്. മെയിൻ കാര്യം അതാ, എനിക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റൂല. അങ്ങനെയായിരുന്നു. അപ്പം ഞാൻ എന്നിട്ട് തന്നെ അതിൻ്റെ അടുത്തൊക്കെ ഉള്ളവരെല്ലാവരും ചോദിക്കുമ്പോൾ ഞാൻ പറയുമായിരുന്നു കേട്ടോ, ഞാൻ ഒരിക്കലും മാറി നിൽക്കത്തില്ല, ഞാൻ വീട്ടിലേ നിൽക്കുള്ളൂ എന്ന് പറയുമായിരുന്നു. അത് കഴിഞ്ഞ് വലുതായി കഴിഞ്ഞപ്പോഴേ നോക്കുമ്പോൾ വീട്ടിൽ നിന്ന് എവിടെയും ജോലിക്ക് പോകാൻ പറ്റൂല്ലോ. നമ്മൾ വലുതായി വരും തോറും നമ്മളുടെ പേരൻസും പ്രായം കൂടി വരുമല്ലേ. അപ്പൊ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ജോലിക്ക് പോകണ്ടേ. ജോലി കിട്ടി ഇന്ന് അവിടെ കിട്ടും എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ അടുത്തൊക്കെയുള്ള സ്കൂളിലൊക്കെ പോയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നു. അന്നേരം നമ്മുടെ കല്യാണം പിന്നെ ഇങ്ങോട്ട് വന്നില്ലേ. അപ്പൊ ഞാൻ വിചാരിച്ചു, ദൈവമേ എനിക്ക് ഇങ്ങനെ മാറി നിൽക്കാനൊന്നും പറ്റുമോ അന്നൊക്കെ. ഞാൻ അതുകൊണ്ട് വിചാരിച്ചു, കല്യാണം ആലോചിക്കുമ്പോൾ പോലും ഞാൻ വിചാരിച്ചു മാറി നിൽക്കേണ്ടി വരുന്നോണ്ട്. പക്ഷെ വേണോ എന്നുള്ളത് എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു ഇതായിരുന്നു. എനിക്ക് അങ്ങനെ മാറി നിൽക്കാൻ പറ്റില്ല എന്നുള്ള ചിന്തയായിരുന്നു. വലുതായി കഴിഞ്ഞ ചെറുപ്പത്തിൽ നമ്മൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, നമ്മൾക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല, വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല, അമ്മയുടെ സാരിത്തുമ്പിൽ നിന്ന് മാറാൻ പറ്റില്ല എന്നുള്ളൊരു ഇതുണ്ടല്ലോ. വലുതായി കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ നമ്മുടെ ചിന്തകൾ ഓരോ ഏജിലും മാറിക്കൊണ്ടിരിക്കൂലേ. ഓരോ ഏജിലല്ല, ഇപ്പം നമ്മളൊരു 20 വയസ്സിൽ 10 വയസ്സിൽ ചിന്തിക്കുന്ന അല്ല 20 വയസ്സിൽ ചിന്തിക്കുന്ന ആ ഒരു മെന്റാലിറ്റി അല്ല നമുക്ക് 30 വയസ്സിൽ അല്ലേ. 30 വയസ്സാകുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചും കൂടെ ഒന്ന് എന്താ പറയുക, ഒരു അടുക്കം ചിട്ടേ നമ്മുടെ ലൈഫിലേക്ക് വരും. അപ്പോൾ നമ്മൾ അതിനുശേഷം നമ്മളെ കല്യാണമൊക്കെ കഴിഞ്ഞ് പിള്ളേരൊക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾക്ക് അന്നേരമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പേരൻസിനെ കുറിച്ച് ചിന്തിക്കുന്നത്. കാരണം അവര് നമുക്ക് നമ്മളെ ആ നയിച്ച ഒരു മാർഗവും കാര്യങ്ങളെല്ലാം നമുക്ക് അന്നേരമല്ലേ വരുന്നത്. നേരാണല്ലോ. നമ്മളും ഇതുപോലെ ഒരു ഘട്ടത്തിൽ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും, അന്ന് നമ്മളുടെ പേരൻസ് നമുക്ക് വേണ്ടി കുറെ കാര്യങ്ങൾ ത്യജിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടുന്ന കാര്യമായിരിക്കും, എന്നിട്ട് അവരത് വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ അത് വിചാരിക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ചെറുപ്പത്തില് ഞാൻ പപ്പേൻ്റെ കൂടെ ചായക്കടയിൽ പോകുമ്പോഴേ വീർപ്പാടൊക്കെ ഇറങ്ങും. അപ്പോ ചായക്കടയിൽ കയറും. അപ്പൊ പറഞ്ഞ് ചായക്കടയൊക്കെ എത്തിക്കും. അന്നേരം ചായക്കടക്കാരൻ ചോദിക്കാനാ വേണ്ടത് നിൽക്കും. ഞാൻ പറയും പൊറോട്ട മുട്ടക്കറി എന്ന് പറയും. പപ്പ അന്നേരം ഒരു കാൽച്ചായെന്ന് പറയും. ചിലപ്പോ കഴിക്കാൻ ആഗ്രഹം ഉണ്ടാവും, അത്രയും പൈസ ഉണ്ടാവൂല. അപ്പൊ എനിക്ക് പൊറോട്ട മുട്ടക്കറി മേടിച്ച് കഴിഞ്ഞിട്ട് ബാക്കി ചിലപ്പോ ഒരു കാലിച്ചായക്കുള്ള പൈസ. അപ്പൊ എപ്പോഴും പറഞ്ഞ ഒരു കാലിച്ചായ എന്ന് പറയും. അപ്പന്മാരെപ്പോഴും ഒരു കാലിച്ചായ ആയിരിക്കും കുടിക്കുക, മക്കളായിരിക്കും പൊറോട്ടയും മുട്ടക്കറി. നമുക്ക് പിന്നെ ഇത് കഴിക്കാനായിട്ടാണ് നമ്മൾ കൂടുതൽ പോകുന്നത്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പല കാര്യം നമ്മുടെ മക്കൾക്ക് വേണ്ടി വേണ്ടെന്ന് നോക്കൂലേ, അവർക്ക് കൊടുക്കും, നമ്മൾ കഴിക്കത്തില്ല. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്, പണ്ട് പലപ്പോഴും അവര് വേണ്ടെന്ന് വെക്കുന്ന സമയത്ത് നമുക്ക് അന്നത് മനസ്സിലാവൂല. അന്നത്തെ കാലത്ത് നമ്മളോർക്കോ എന്നാ പപ്പയ്ക്ക് വേണ്ടായിരിക്കും, ഈ പപ്പയ്ക്ക് ഒരു ചായക്കടി ഇഷ്ടമില്ലേ, പൊറോട്ട ഉണ്ട്, സുഖീനുണ്ട്, ഒന്നും മേടിക്കൂല, കാലിച്ചായ മാത്രം കുടിക്കുന്ന പറയും. ഇതിന് ഒരു സാധനം ഇഷ്ടമില്ലെന്ന് പറയുക. അന്ന് നമ്മൾ എന്താ വിചാരിക്കുന്നത്, അന്ന് അവർക്കത് ഇഷ്ടമില്ലായിരിക്കും, അതായിരിക്കും അവർ മേടിക്കാത്തതെന്ന്. പക്ഷെ ഇന്ന് നമുക്ക് മനസ്സിലായില്ല, അവർക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, അവരത് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് തരാൻ വേണ്ടിയിട്ടായിരുന്നു അവരന്നത് വേണ്ടെന്ന് വെച്ചതെന്നുള്ളത് ഇപ്പം മനസ്സിലാവൂലേ. അതാണ് ഞാനിങ്ങനെ ആലോചിക്കും. ഇപ്പം നമ്മൾ എന്ത് ചെയ്യും, അന്നത്തെ പോലെ നമ്മൾ വീണ്ടും വീട്ടിൽ തന്നെ ഇരിക്കാന്ന് വിചാരിച്ചാൽ അവരെ നമുക്ക് മുന്നോട്ട് പോയി എന്തെങ്കിലും ഒരു ജോലി കണ്ടുപിടിച്ച് നമ്മൾ സേഫ് ആകുമ്പോൾ അല്ലേ അവരെയും കൂടെ സേഫ് ആക്കാൻ പറ്റുള്ളൂ അല്ലേ. അല്ലാതെ നമ്മൾ അവരുടെ കൂടെ തന്നെ നിൽക്കണം എന്ന് വിചാരിച്ച് നമുക്ക് അവിടെ തന്നെ നിന്ന് കഴിഞ്ഞാലോ, നമ്മൾ ആ ഏജിനനുസരിച്ച് നമ്മൾ മച്യൂരിറ്റിയിലാകുന്നില്ലല്ലോ അല്ലേ. നമുക്ക് നാട്ടിൽ തന്നെ നല്ലൊരു ജോലി കിട്ടുവാണ്, അങ്ങനെയാണ് അവരെ നോക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലാണെങ്കിൽ കുഴപ്പമില്ല, സന്തോഷം. അങ്ങനെ കിട്ടുവാണെങ്കിൽ വളരെ സന്തോഷം അല്ലേ. നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകേണ്ടി വരുന്നത് അതുകൊണ്ടാണ് നമ്മൾക്ക്. അപ്പം നമ്മളുടെ കാര്യങ്ങളും നോക്കാം, മക്കളുടെ കാര്യങ്ങളും നോക്കുന്നു, നമ്മൾ പേരൻസിനെ നമുക്ക് നോക്കാൻ പറ്റുന്നു. ഇതെല്ലാം
നമ്മൾ അവിടുന്ന് കുറച്ചിങ്ങ് മാറി നിന്നുകൊണ്ട് പറ്റിയതാ. ഇപ്പം നമ്മൾ എന്നാണെങ്കിലും നമ്മൾ ചെല്ലുവാന്ന് കേട്ട് കഴിയുമ്പോൾ അതുവരെ അവർക്ക് ഇങ്ങനെ എന്തേലും അയ്യോ എനിക്ക് നടുവേദനയാണ്, കാലുവേദനയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ വിചാരിച്ചാൽ നമ്മൾ ചെല്ലുവാന്ന് കേൾക്കുമ്പോൾ ഉള്ള ഒരു എനർജി ഉണ്ട്. ഇപ്പൊ 2 മാസം മുന്നേ നമ്മൾ പറയുന്നെങ്കിൽ പോലും ആ ഒരു 2 മാസം അവർക്കൊരു ഭയങ്കര എനർജി വരും അല്ലേ? അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ നമ്മൾ ആ ലെവലിൽ എത്തുമ്പോഴേ നമുക്ക് അവരുടെ ഇത് മനസ്സിലാവുള്ളൂ, അന്ന് അത് എന്തിനായിരുന്നു അവർ വേണ്ടാന്ന് വെച്ചതെന്നുള്ളത്. കാരണം മനസ്സോടെ അല്ല, അവർക്ക് അത് കഴിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ അന്ന് കാലത്ത് അത്രയ്ക്കല്ലേ വരുമാനം കാര്യങ്ങളൊക്കെ ഉള്ളൂ, അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചതല്ലേ. അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത്. ഞാനിപ്പോൾ ഇത്രയും വർഷം ഇവിടെ ആയെങ്കിലും എനിക്ക് എപ്പോഴും തിരിച്ച് നാട്ടിൽ പോകുക എന്നുള്ള, അതാണ് എൻ്റെ ഏറ്റവും വലിയ എൻ്റെ ജീവിത അഭിലാഷം എന്ന് പറഞ്ഞാൽ തിരിച്ച് നാട്ടിൽ പോയി സെറ്റിൽ ആകുക എന്നുള്ള എൻ്റെ ജീവിത അഭിലാഷം. ഇപ്പൊ നമ്മളിപ്പം ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ പാടെ പുറത്തേക്ക് പോയതാ. അപ്പം വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയതാ. +2 പഠിച്ച മൈസൂരാണ്. അത് കഴിഞ്ഞ് തിരിച്ച് വന്നു, ഒരു 3 വർഷം ഡിഗ്രി പഠിച്ചു. വീണ്ടും ഡിഗ്രീൻ്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് ഞാൻ വീണ്ടും വീട്ടിൽ നിന്ന് പോയി എറണാകുളം പോയി, അവിടെ ജോലി ചെയ്തു. അവിടെ നിന്ന് ചെന്നൈ പോയി, അവിടെ നിന്ന് അങ്ങനെ തിരിച്ച് ദുബായ് വന്നു. ഇപ്പോൾ ഇവിടെ 15 വർഷമായി. ഇപ്പം ഞാൻ വെച്ചാൽ ഞാൻ വീട്ടിൽ നിന്ന സമയം വളരെ കുറച്ച് സമയമേ ഉള്ളൂ. 10ാം ക്ലാസ് പഠിച്ച ആ സമയം, പിന്നെ ഡിഗ്രി പഠിച്ച ഒരു സമയം മാത്രമേ ഞാൻ വീട്ടിൽ നിന്നിട്ടുള്ളൂ. ബാക്കി ഇപ്പം ദുബായിൽ നിന്ന് വരുന്ന ഓരോ മാസം നാട്ടിൽ പോകുന്നത്, ചിലപ്പോൾ ഒരു വർഷത്തിൽ ഒരു 30 ദിവസമൊക്കെ നാട്ടിൽ നിൽക്കുന്നത്. അപ്പം 365 ദിവസത്തിൽ വെറും 30 ദിവസം അല്ലെങ്കിൽ 25 ദിവസം നാട്ടിൽ നിൽക്കുന്നത്. ബാക്കി 335 ദിവസം ഞാൻ വീടിനെ പുറത്തുള്ളത്. അപ്പം ഞാൻ ഇത്രയും വർഷമെങ്കിലും എപ്പോഴും എനിക്ക് എൻ്റെ ഏറ്റവും ആഗ്രഹം എന്ന് പറഞ്ഞാൽ തിരിച്ച് നാട്ടിൽ പോവുക, സെറ്റിൽ ആകുക എന്നുള്ളത് ആഗ്രഹം. ഈ ഒരു ഇങ്ങനെ ആ സംസാരം അത് ഉള്ളിൽ നിന്ന് വരുന്നതാ. അത് വരാനുള്ള കാരണം എന്താ, അന്ന് ആ സാരിത്തുമ്പി പിടിച്ച് നടന്നതിൻ്റെ ഗുണമാണ് ഇന്നും അവരുടെ അടുത്തേക്ക് പോകണം എന്നുള്ള ഒരു ചിന്ത വരുന്നത്. എപ്പോഴും നമ്മളെപ്പോഴും ചിന്തിക്കും, അതെ നമ്മുടെ പപ്പേനെയും മമ്മീനെയും കുറിച്ച്. ആ ഒരു സമയത്തുള്ളവരെല്ലാം ഓൾമോസ്റ്റ് സെയിം തന്നെയായിരുന്നു കേട്ടോ അല്ലേ? അവരുടെ എല്ലാം കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ. നമ്മളുടെ ഇപ്പം 2 വീട്ടിലെയും കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ 2 പപ്പന്മാരും 2 മമ്മിമാരും അവർ കടന്നുപോയ ആ ഒരു സമയവും കാര്യങ്ങളെല്ലാം ഏകദേശം ഒരുപോലെ, അവരുടെ ഏജും ഏകദേശം ഒരുപോലെ ആയതുകൊണ്ട് നമുക്ക് അവര് നല്ല രീതിയിൽ നമുക്ക് അല്ലേ 2 പേരെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് 2 പേരുടെ ഫാമിലി ആയിട്ട് നല്ലോണം അങ്ങോട്ട് റിലേറ്റ് ചെയ്യാനും മനസ്സിലാക്കാനും പറ്റുന്നത് കൊണ്ട് അവർക്ക് അല്ലേ നമുക്ക് ആ ഒരു ഇത് ഇന്നും അതെ, എപ്പോഴാണേലും അതെ, എവിടെ ചെന്നാലും ചിലപ്പോൾ ഇവിടെ നിന്നൊക്കെ നമ്മൾ വിചാരിക്കും, ചില സമയത്തൊക്കെ നമ്മൾ വേറെ സ്ഥലങ്ങളൊന്നും കണ്ടിട്ടില്ല, നമുക്ക് അങ്ങോട്ട് പോയാലോ, ആനുവൽ ലീവ് കിട്ടും, നമുക്കെന്നാൽ അങ്ങോട്ട് പോയാലോ, ഒന്ന് പോയി കണ്ടിട്ട് വരാം. പിന്നെ അവർക്ക് വേണ്ട, ആ ഫണ്ട് എടുത്ത് നമുക്ക് നാട്ടിൽ തന്നെ പോകാം, അവിടെ പോയിട്ട് അവരെ ഒന്ന് കണ്ടിട്ട് വരാം എന്ന് വിചാരിക്കും അല്ലേ? ആ ഒരു ചിന്ത കൊണ്ട് നമ്മൾ എവിടെയും പോകാത്തത്. ഇപ്പൊ പിള്ളേർ വലുതായപ്പോൾ ഏതെങ്കുട്ടിനൊക്കെ സ്കൂളിൽ നിന്ന് വന്നിട്ട് പറയുന്നുണ്ട്, അമ്മ എൻ്റെ ക്ലാസ്സിൽ പിള്ളേർ ഇന്ന സ്ഥലത്ത് പോയി, അവരവിടെ പോയി, നമ്മൾ ഇന്ത്യയിലല്ലാതെ വേറെ എവിടെയും പോയിട്ടില്ലല്ലോ എന്നൊക്കെ ഒന്ന് പറയലില്ലേ? അപ്പം ഞാൻ പറയും, മക്കളെ നമുക്ക് അവിടെ പോയാലല്ലേ അവർ കാണാൻ പറ്റുള്ളൂ എന്ന് പറയും. അല്ല നമുക്കിപ്പം ആരെങ്കിലും അവരെല്ലാം മാറി മാറി പപ്പന്മാരും മമ്മിമാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2 പേര് വന്നു കഴിയുമ്പോൾ 2 പേര് എപ്പോഴും മിസ്സിങ് ആണല്ലോ. പിന്നെ നമ്മളുടെ ഫാമിലി അല്ലേ, അവിടെയാണെങ്കിലും ഒരു പെങ്ങള്, ഇവിടെയാണെങ്കിലും ഒരു ചേച്ചി, അപ്പോൾ അവരെ എല്ലാം കാണാൻ മിസ്സിങ് ആവും. അതൊക്കെ ഓർത്തിട്ടാണ് നമ്മൾ എപ്പോഴും നാട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ സാരിത്തുമ്പിൻ്റെ ബലം ഒരു വലുത് തന്നെയല്ലേ അല്ലേ? അപ്പോൾ ഇത് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് ഞങ്ങളും വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ കണ്ട കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം ഞങ്ങൾക്ക് ഒരു കമൻറ്റിൽ ഇട്ട് പറയണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.